കഥ. എന്താണ് പരമ്പരാഗത മതവിശ്വാസം എന്തായിരുന്നു നമ്മൾ വായിച്ചത്? ഷിൻഡോയിസം. ദൈവത്തിൻ്റെ പാത എന്നറിയപ്പെടുന്ന ഷിൻഡോയിസം പരമ്പരാഗത മതം. 45 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിലും ആഗസ്റ്റ് 9 എവിടെയാണ്? നാഗസാക്കി. എല്ലാവർക്കും PSC അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ് 6 സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് അവസാനത്തെ ചാപ്റ്ററായ ജപ്പാൻ ചരിത്രവും വർത്തമാനവും എന്ന അവസാനത്തെ ചാപ്റ്ററാണ്. ഇതോടുകൂടി സോഷ്യൽ സയൻസിൻ്റെ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജപ്പാൻ ചരിത്രവും വർത്തമാനവും. 1945 ഓഗസ്റ്റ് 6 സഡാക്കോ സസാക്കിക്ക് വയസ്സ് 2. ഹിരോഷിമയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയായിരുന്നു സസാക്കി താമസിച്ചിരുന്നത്. ആകാശത്തിലൂടെ വിമാനങ്ങൾ പറന്നു നടക്കുന്ന കാഴ്ച കൗതുകത്തോടെ സസാക്കി നോക്കി നിന്നു. പക്ഷേ ആ കൗതുകം അല്പസമയത്തിനുള്ളിൽ ഇല്ലാതായി. വിമാനത്തിൽ നിന്നും വർഷിച്ച ബോംബിന്റെ തീജ്വാലകൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു. അല്പം അകലെയായിരുന്ന സസാക്കിയോട് ആ തീജ്വാലകൾ കരുണ കാണിച്ചു. കാലം കടന്നുപോയി. അണുബോംബിൽ നിന്ന് പ്രസരിച്ച അണുവികിരണങ്ങൾ ചുറ്റുമുള്ളവരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. സഡാക്കോ സസാക്കിയോടും കാലം കരുണ കാണിച്ചില്ല. രക്താർബുദത്തിന്റെ രൂപത്തിൽ സസാക്കിയെയും അണുവികിരണങ്ങൾ ആക്രമിച്ചു. ആശുപത്രി കിടക്കയിലും സസാക്കി ആശ കൈവെടിഞ്ഞില്ല. ആശുപത്രിയിൽ തൻ്റെ സുഹൃത്ത് ചിസുക്കോ ഹമാമോട്ടോ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ഹമാമോട്ടോ കടലാസ് കൊണ്ട് കൊക്കിനെ ഉണ്ടാക്കാൻ സസാക്കിയെ പഠിപ്പിച്ചു. ജപ്പാൻകാർക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. 1000 കൊക്കുകൾ ഉണ്ടാക്കിയാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന്. അത് സസാക്കിയെ ആവേശം കൊള്ളിച്ചു. 1000 കൊക്കുകൾ ഉണ്ടാക്കും, താൻ രോഗമുക്തയാകും എന്ന് അവൾ വിശ്വസിച്ചു. കടലാസ് കിട്ടാൻ അന്ന് അത്ര എളുപ്പമായിരുന്നില്ല. മരുന്ന് പൊതിഞ്ഞിരുന്ന കടലാസുകൾക്കായി അവർ അടുത്ത മുറികൾ കയറിയിറങ്ങി. സ്കൂളിൽ നിന്നും കൂട്ടുകാർ കടലാസുകൾ എത്തിച്ചു കൊടുത്തു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 1000 കൊക്കുകൾ എന്ന പ്രതീക്ഷ പൂർത്തിയാക്കാൻ രോഗം സസാക്കിയെ അനുവദിച്ചില്ല. 644 കൊക്കുകൾ മാത്രം പൂർത്തിയാക്കി. 1955 ഒക്ടോബർ 25 സസാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയ സുഹൃത്ത് ചിസുക്കോ ഹമാമോട്ടോ നിറകണ്ണുകളോടെ സസാക്കിക്ക് വേണ്ടി 1000 കൊക്കുകൾ പൂർത്തിയാക്കി. ആ പ്രിയപ്പെട്ട കൊക്കുകൾക്കൊപ്പമാണ് സസാക്കിയെ അടക്കം ചെയ്തത്. സഡാക്കോ ആൻഡ് ദ 1000 പേപ്പർ ക്രെയിൻസ് എന്ന ഒരു കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഭാഗമാണ്. സഡാക്കോ ആൻഡ് ദ 1000 പേപ്പർ ക്രെയിൻസ്. സഡാക്കോ സമാധാനത്തിൻ്റെ കൊക്കുകൾ എന്നറിയപ്പെടുന്നതാണ് ഈ സഡാക്കോ കൊക്കുകൾ. സഡാക്കോ ആൻഡ് ദ 1000 പേപ്പർ ക്രെയിൻസ് നമുക്ക് നോക്കാം ഒന്നോടെ. സഡാക്കോ സസാക്കി എന്നാണ് ആ കുട്ടിയുടെ പേര്. സഡാക്കോ സസാക്കി. നോക്കിക്കേ, സഡാക്കോ സസാക്കി എന്നാണ് ആ കുട്ടിയുടെ പേര്. എന്നാണ് 1945 ഓഗസ്റ്റ് 6 45 ഓഗസ്റ്റ് 6 1945 ഓഗസ്റ്റ് 6 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിലും പിന്നെ ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത്. ആ ഒരു അന്ന് നടന്ന ഒരു സംഭവം സഡാക്കോ സസാക്കി എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു ജീവചരിത്രവുമായി ബന്ധപ്പെടുത്തി എഴുതിയിരിക്കുന്നതാണിത്. അപ്പോൾ സഡാക്കോ സസാക്കിക്ക് അന്ന് വയസ്സ് 2 എന്ന് 1945 ഓഗസ്റ്റ് 6 അന്നാണ് ഹിരോഷിമയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയായിരുന്നു സസാക്കി താമസിച്ചിരുന്നത്. ആകാശത്തിലൂടെ വിമാനങ്ങൾ പറന്ന് നടക്കുന്ന കാഴ്ച. അപ്പോൾ വിമാനത്തിൽ നിന്നും ബോംബ് ചാടുന്നു, തീജ്വാലകൾ കാണുന്നു. എങ്ങനെയാണ് അപ്പോൾ സസാക്കിനെ അത് ബാധിച്ചത്? സസാക്കിക്ക് അന്ന് ജീവൻ പോയില്ലെങ്കിലും പിന്നീട് അത് എന്തായിട്ട് വന്നു? ക്യാൻസർ എന്ന രൂപത്തിൽ സസാക്കിയെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഈ കൊക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ആ കൊക്കുകൾ എന്ന് പറയുന്നത്? 1000 കൊക്കുകൾ ഉണ്ടാക്കിയാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും. അപ്പോൾ രോഗം ശാന്തമാകാൻ വേണ്ടി അവൾ 1000 കൊക്കുകൾ ഉണ്ടാക്കാൻ തയ്യാറായി. പക്ഷേ 644 കൊക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ മരണപ്പെട്ടു. 1955 ഒക്ടോബർ 25 സഡാക്കോ സസാക്കി മരിച്ചത്. സഡാക്കോ ആൻഡ് ദ 1000 പേപ്പർ ക്രെയിൻസ് എന്ന് പറയുന്ന ഒരു ജീവചരിത്രമാണ്. അതിലെ ഒരു ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഇന്നും പ്രത്യാശയുടെ
പ്രതീകമായി എത്തുന്ന കടലാസ് കൊക്കുകൾക്ക് പറയുന്നത് സഡാക്കോ കൊക്കുകൾ എന്നാണ് കേട്ടോ. സഡാക്കോ സസാക്കിയുടെ വേദനയുണ്ട്, പ്രതീക്ഷയുണ്ട്, അതിനൊപ്പം സമാധാനത്തിനു വേണ്ടിയുള്ള പുഞ്ചിരിയുമുണ്ട്. ലോക ജനതയെ ഞെട്ടിച്ച സംഭവമായിരുന്നു 45 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിലും. എവിടെയാണ്? 45 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിലും, ആഗസ്റ്റ് 9 എവിടെയാണ്? നാഗസാക്കിയിലും അമേരിക്കയാണ് ബോംബ് വർഷിച്ചു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും ജപ്പാൻ ജനത അനുഭവിച്ചു വരികയാണ്. ബോംബാക്രമണത്തിൽ നിശേഷം തകർന്നടിഞ്ഞ ജപ്പാൻ അതിവേഗം ഉയർത്തെണീറ്റ് ഇന്ന് ലോകത്തെ വികസിത രാജ്യങ്ങളിലൊന്നായി തല ഉയർത്തി നിൽക്കുകയാണ്. ജപ്പാന്റെ ചരിത്രമറിയാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ? നമുക്ക് അന്വേഷിക്കാം. കിഴക്കൻ ഏഷ്യയിലെ പസഫിക് തീരത്തുള്ള ഒരു ദ്വീപ സമൂഹമാണ് ജപ്പാൻ. നമ്മളിത് ജപ്പാൻ പറഞ്ഞായിരുന്നു. ജപ്പാൻ, ഹവായ് ദ്വീപുകളൊക്കെ എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണെന്ന് നമ്മൾ സമുദ്രങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. അപ്പോൾ പസഫിക് തീരത്തുള്ള ഒരു ദ്വീപ സമൂഹമാണ് ജപ്പാൻ. ആയിരക്കണക്കിന് ദ്വീപുകളാണ് ജപ്പാനിലുള്ളത്. ആയിരക്കണക്കിന് ദ്വീപുകൾ ജപ്പാനിലുണ്ട്. എന്തൊക്കെയാണ് പ്രധാന ദ്വീപുകൾ? നോക്കൂ, ഈ ഭൂപടത്തിൽ ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യൂഷു. ഈ PSC എക്സാമിന് ജപ്പാൻ അധികമായിട്ട് നമ്മൾ PYQ ക്വസ്റ്റ്യനിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇനി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു SCERT പാഠഭാഗം കിടക്കുന്നത് കൊണ്ട് ഇതെല്ലാം നമുക്ക് പുതിയതാണ്, നമ്മൾ കേട്ടിട്ടില്ല. PYQലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ജപ്പാൻ്റെ ദ്വീപുകളിൽ പെടാത്തത് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുമാണ്. ഏതൊക്കെയാണ് ആ ദ്വീപുകൾ? ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യൂഷു. ഇതൊക്കെയാണ് ആ ദ്വീപുകൾ. പസഫിക് സമുദ്രത്തിലാണ് ജപ്പാൻ. ജപ്പാനിലെ ദ്വീപുകളാണ് ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യൂഷു. ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യൂഷു. ഈ 4 പ്രധാന ദ്വീപുകളിലായിട്ടാണ് ജപ്പാൻ ജനതയിൽ ഭൂരിഭാഗവും അധിവസിക്കുന്നത്. വിശാലമായ കടൽ തീരങ്ങൾ, ഉയർന്ന മലനിരകൾ, പർവ്വതങ്ങൾ എന്നിവ ജപ്പാന്റെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളാണ്. നിരന്തരം ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അഭിമുഖീകരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അവിടുത്തെ നദികൾ പൊതുവെ കുത്തനെ ഒഴുകുന്നതും വേഗത കൂടിയതുമാണ്. ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഷിനാനോ. എന്താണത്? ഏറ്റവും നീളം കൂടിയ നദിയാണ് കേട്ടോ. ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ജപ്പാനുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് അതിൽ തെറ്റേതാ ശരിയേതാ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാം പഠിച്ചു വയ്ക്കുക. ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഷിനാനോ. ഇതാണ് ഷിനാനോ നദി. ഇനി നോക്കൂ, ജപ്പാൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. ജപ്പാന്റെ അയൽ രാജ്യങ്ങളായ ചൈനയും കൊറിയയും പ്രാചീന കാലം മുതൽ അവിടുത്തെ സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ചൈനീസ് എഴുത്ത് സമ്പ്രദായവും തത്വചിന്തയും സാഹിത്യവും കൊറിയയിലൂടെയാണ് ജപ്പാനിലെത്തിയത്. ജപ്പാനിൽ ബുദ്ധമതം പ്രചരിപ്പിച്ചതും ഇത്തരത്തിലാണ്. അപ്പം ജപ്പാനിൽ എന്തെല്ലാം ഉണ്ട്? ബുദ്ധമതമുണ്ട്, പിന്നെ എന്താണ്? ചൈനീസ് എഴുത്ത് സമ്പ്രദായവും തത്വചിന്തവും സാഹിത്യവും ഉണ്ട്. ചൈനീസുകാരുടെ എഴുത്ത് സമ്പ്രദായമുണ്ട്, തത്വചിന്തയുണ്ട്, ചൈനീസിൻ്റെ ഒരു സ്വാധീനം അവിടെയുണ്ട്, പിന്നെ സാഹിത്യമൊക്കെ എവിടെയുണ്ട്? ജപ്പാനിലുണ്ട്. ബുദ്ധമതമുണ്ട്. അങ്ങനെയല്ല, അതായത് ചൈനയും കൊറിയയും അവിടെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചൈനയും കൊറിയയുമാണ് അയൽ രാജ്യങ്ങൾ. ജപ്പാൻ്റെ അയൽ രാജ്യങ്ങളാണ് റഷ്യ, ചൈന, കൊറിയയൊക്കെ. അപ്പം ചൈനയും കൊറിയയും ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവരുടെ എഴുത്ത് സമ്പ്രദായവും തത്വചിന്തയും ബുദ്ധമതവും എല്ലാം ജപ്പാനിലും പ്രചാരത്തിലുണ്ട്. സാഹിത്യം എങ്ങനെയാണെന്ന് നോക്കാം. ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന കൃതിയാണ് CE 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കോജിക്കി. ഏതാണ് ആ കൃതി? കോജിക്കി. 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ജപ്പാന്റെ ചരിത്രം വിവരിക്കുന്ന ഒരു കൃതിയാണ് കോജിക്കി. ചരിത്രവും ഇതിഹാസവും ഇടകലർത്തിയ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. CE 10-ാം നൂറ്റാണ്ടോടെ ചൈനീസ് സാംസ്കാരിക സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള ശ്രമങ്ങൾ ജപ്പാൻ ആരംഭിച്ചു.
ഇത് തനതായ ഒരു സംസ്കാരം രൂപപ്പെടുത്താൻ ജപ്പാനെ സഹായിച്ചു. ചൈനീസ് എഴുത്ത് രീതിയെ ലഘൂകരിച്ച് ജാപ്പനീസ് ഭാഷയ്ക്ക് പുതിയൊരു ലിപി അവർ രൂപപ്പെടുത്തി. കഥകളും കവിതകളുമായി നിരവധി സാഹിത്യകൃതികൾ ജാപ്പനീസ് ഭാഷയിൽ എഴുതപ്പെട്ടു. കൊട്ടാരം എഴുത്തുകാരിയായിരുന്ന മുറസാക്കി ഷിക്കിബു എഴുതിയ ജെൻജിയുടെ കഥ, ദ ടെയിൽ ഓഫ് ജെൻജി, ഇവയിൽ ഏറെ പ്രസിദ്ധമാണ്. ആരാണത് എഴുതിയത്? ജെൻജിയുടെ കഥ മുറസാക്കി ഷിക്കിബു. അതാരാണ്? കൊട്ടാരം എഴുത്തുകാരിയായിരുന്നു. മുറസാക്കി ഷിക്കിബു. ജെൻജിയുടെ കഥ, ദ ടെയിൽ ഓഫ് ജെൻജി. അത് 10-ാം നൂറ്റാണ്ടോടുകൂടി ഇവർക്ക് സ്വന്തമായിട്ട് ജാപ്പനീസിലൊരു ലിപി തന്നെ ഫോം ചെയ്യാൻ സാധിച്ചു. പിന്നെ ഏറെ പ്രസിദ്ധ ഏതാണ്? മുറസാക്കി ഷിക്കിബു എഴുതിയ ജെൻജിയുടെ കഥ. കൊജിഗി എന്താണ്? കൊജിഗി എന്ന് പറയുന്നത് ചരിത്രമാണ്. ജാപ്പനീസ് ചരിത്രം പറയുന്ന ഒരു കൃതിയാണ് കൊജിഗി. മുറസാക്കി ഷിക്കിബുവിൻ്റെ ജെൻജിയുടെ കഥ. അടുത്ത ഷിൻഡോയിസം. ബുദ്ധമതം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം ഉള്ളതാണ് ഷിൻഡോയിസം. ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസമാണ് ഷിൻഡോയിസം. അപ്പോൾ ഷിൻഡോയിസം എവിടെയുള്ളതാണ്? ജപ്പാനിലുള്ളതാണ്. ദൈവത്തിൻ്റെ പാത എന്നാണ് ഷിൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഷിൻഡോയുടെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ പാത. ഷിൻഡോ, ദൈവത്തിൻ്റെ പാത. ആരാധനാമൂർത്തികളെ പൊതുവെ കാമി എന്നാണ് വിളിച്ചിരുന്നത്. ആരാധനാമൂർത്തികളെ വിളിച്ചിരുന്ന പേരാണ് കാമി. സൂര്യദേവതയായ അമദരേസു സൂര്യദേവത ആരായിരുന്നു? അമദരേസു ആയിരുന്നു. സൂര്യദേവതയുടെ പിൻഗാമിയായിട്ടാണ് ചക്രവർത്തിമാരെ കരുതി പോന്നിരുന്നത്. ഷിൻഡോയിസത്തിൻ്റെ തലവന്മാരായിരുന്നു ഈ ചക്രവർത്തിമാർ. അപ്പം അമദരേസു എന്ന് പറഞ്ഞാൽ സൂര്യദേവത, അവരുടെ പിൻഗാമിയായിട്ടാണ് അവിടുത്തെ ചക്രവർത്തിമാരൊക്കെ കണ്ടിരുന്നത്. ഈ ചക്രവർത്തിമാരെല്ലാവരും ഷിൻഡോയിസത്തിൻ്റെ തലവന്മാരായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പരമ്പരാഗത മതവിശ്വാസമാണ് ഷിൻഡോയിസം. ഇവിടുത്തെ ജപ്പാൻ്റെ ദൈവത്തിൻ്റെ പാത എന്നാണ് ഷിൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പാത. ഓക്കെ, അടുത്തത് ഭക്ഷണം. പ്രാചീന കാലം മുതൽ അരിയായിരുന്നു ജപ്പാൻകാരുടെ പ്രധാന ഭക്ഷണം. വേവിച്ച് കഴിച്ചിരുന്ന ഈ ഭക്ഷണത്തെ ഗൊഹൻ എന്നാണ് വിളിച്ചിരുന്നത്. അരിയായിരുന്നു. അതിനെ വേവിച്ച് കഴിക്കുമ്പോൾ അവരതിനെ എന്തെന്നാ പറയുന്നത്? ഗൊഹൻ എന്നായിരുന്നു. ഗൊഹാൻ. ചെറുധാന്യങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. മില്ലറ്റ്സ് പോഷകാഹാരം എന്ന നിലയ്ക്ക് മത്സ്യം ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. അസംസ്കൃത മത്സ്യവിഭവമാണ് സുഷി. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ജനപ്രിയ ജാപ്പനീസ് വിഭവമാണ്. ചൈനീസ് സ്വാധീനത്തിൻ്റെ ഫലമായി നൂഡിൽസും അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി. നൂഡിൽസ് ഉണ്ട്. പിന്നെ സുഷി എന്നറിയപ്പെടുന്ന ഒരു മത്സ്യവിഭവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗോഹൻ എന്നായിരുന്നു. അരി വേവിച്ച് കഴിക്കുമ്പോൾ അവരതിനെ പറയുന്നത് ഗോഹൻ എന്നായിരുന്നു. പിന്നെ മില്ലറ്റ്സ് ഉണ്ടായിരുന്നു, ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. വസ്ത്രം എങ്ങനെയായിരുന്നെന്ന്. ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രമാണ് കിമോണോ. വസ്ത്രം എന്താണ്? കിമോണോ. രാജസദസ്സുകളിലാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. രാജസദസ്സുകളിൽ സ്ത്രീകളും പുരുഷന്മാരും കിമോണോ എന്ന വസ്ത്രം ഉപയോഗിച്ചിരുന്നു. ചൈനക്കാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നീളൻ വസ്ത്രങ്ങൾക്ക് സമാനം തന്നെയായിരുന്നു ഈ കിമോണോ വസ്ത്രവും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിമോണോ എന്ന് പറയുന്ന വസ്ത്രം ജാപ്പനീസിൻ്റേതാണെന്ന് ഓർത്തിരിക്കുക. ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രമാണ് കിമോണോ. താഴെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് ജപ്പാനിൽ എന്തൊക്കെ പറയാം? നമ്മൾ 2 കൃതികൾ പഠിച്ചിരുന്നു. ജെൻജിയുടെ കഥയും പിന്നെ ഏതാണ് പഠിച്ചത്? ജെൻജിയുടെ കഥയും നോക്കാണ്ട് കൊജിക്കി ആൻഡ് ജെൻജിയുടെ കഥ. കൊജിക്കി പിന്നെ ജെൻജിയുടെ കഥ. ഒരു പ്രാവശ്യം എഴുതുന്നത് 10 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് എഴുതി നോക്കണേ. കോജിക്കി ജെൻജിയുടെ കഥ. എന്താണ് പരമ്പരാഗത മതവിശ്വാസം? എന്തായിരുന്നു നമ്മൾ വായിച്ചത്? ഷിൻഡോയിസം. ദൈവത്തിൻ്റെ പാത എന്നറിയപ്പെടുന്ന ഷിൻഡോയിസം പരമ്പരാഗത മതവിശ്വാസം. ഭക്ഷണം 2 എണ്ണം 3 എണ്ണം 4 എണ്ണം നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഗൊഹാൻ എന്ന ഒരു ഭക്ഷണം പറഞ്ഞിരുന്നു. വേവിച്ച ചോറാണത്. പിന്നെ മില്ലറ്റ്സ് കഴിക്കുമായിരുന്നു. സുഷി എന്ന ഒരു ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. അത് മീൻ വിഭവമാണ്, മത്സ്യവിഭവമാണ് സുഷി. പിന്നെ നൂഡിൽസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. വസ്ത്രം പരമ്പരാഗത വസ്ത്രം കിമോണോ. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമ്മൾ ആ മനസ്സിലുള്ളത് ഒരു ഷോർട്ട് ടൈം മെമ്മറിയിലോട്ട് കയറിയതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ലോങ് ടൈം മെമ്മറിയിലോട്ട് കയറും. പിന്നെ ഒരു റിവിഷനും കൂടെ ആകുമ്പോൾ നമ്മളതൊക്കെ പഠിക്കും കേട്ടോ.
കോജിക്കി ജെൻജിയുടെ കഥ. അടുത്ത ഷോഗൺ ഭരണം. കാലങ്ങളായി ചക്രവർത്തിമാരാണ് ജപ്പാൻ ഭരിച്ചിരുന്നത്. എന്നാൽ 12-ാം നൂറ്റാണ്ടോടെ രാജ്യത്തിന്റെ ഭരണം ചക്രവർത്തിമാരിൽ നിന്ന് ഷോഗൺമാർ എന്നറിയപ്പെട്ടിരുന്ന സൈനിക മേധാവികളുടെ കൈകളിൽ എത്തിച്ചേർന്നു. ഷോഗൺമാർ എന്തെന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്? ഷോഗൺമാർ. നാമമാത്ര ഭരണാധികാരിയായി തീർന്ന ചക്രവർത്തിയുടെ പേരിൽ ഷോഗൺമാർ ഭരണം നടത്തി. ഈ ഭരണത്തിൻ കീഴിൽ ജപ്പാനെ 250-ലധികം പ്രാദേശിക മേഖലകളാക്കി വിഭജിച്ചു. അവയുടെ നിയന്ത്രണം ഡെയ്മിയോ എന്ന് വിളിക്കപ്പെടുന്ന പ്രഭുക്കന്മാരുടെ ഭരണത്തിൻ കീഴിലായി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ചക്രവർത്തിമാരാണ്. അവരെ നാമമാത്ര ഭരണാധികാരികളാക്കിയിട്ട് ഷോഗൺമാർ എന്ന സൈനിക മേധാവികൾ കയറി. ഗൺമാർ ഗണ്ണുണ്ടെന്ന് ഓർത്താൽ മതി. ഗൺമാർ. ഷോയ്ക്ക് ഗണ്ണും കൊണ്ട് നടക്കുന്ന സൈനിക മേധാവികളുടെ കൈകൾ എത്തിച്ചിരുന്നു. അപ്പോൾ ഗൺമാർ അവരെന്ത് ചെയ്തു? ഡൈമിയോ എന്ന് വിളിക്കപ്പെടുന്ന പ്രഭുക്കളുടെ ഭരണത്തിന് കീഴിൽ കുറേ മേഖലകളെ തിരിച്ചങ്ങോട്ട് കൊടുത്തു. ഡേമിയോ എന്ന് വിളിക്കപ്പെടുന്ന പ്രഭുക്കന്മാരുടെ കൈകളിൽ കൊടുത്തു. പിന്നെ എന്താ, ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന യോദ്ധാക്കളുടെ വിഭാഗമായിരുന്നു സമുറായികൾ. അത് നമുക്ക് ഓർത്തിരിക്കാമല്ലോ. സമുറായിസ് ആരാണ്? യോദ്ധാക്കളായിരുന്നു. ഇവർ ഷോഗന്മാരെയും ഡെയ്മിയോമാരെയും സേവിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ നടന്ന മെയ്ജി പുനഃസ്ഥാപനം ഷോഗൺ ഭരണം ജപ്പാനിൽ അവസാനിക്കുന്നതിന് കാരണമായി. അപ്പോൾ ഷോഗൺ ഭരണം ജപ്പാനിൽ അവസാനിക്കാൻ കാരണമായത് മെയ്ജി പുനഃസ്ഥാപനം എന്ന ഒരു പരിപാടിയോടുകൂടി എന്താണ്, ഷോഗൺ ഭരണം ജപ്പാനിൽ അവസാനിച്ചു. ഷോഗന്മാരുടെ ഭരണം അവസാനിച്ചു. 19-ാം നൂറ്റാണ്ടിലാണ് അവസാനിച്ചത് കേട്ടോ. 19-ാം നൂറ്റാണ്ട് വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു ഷോഗന്മാരിൽ നിന്ന് സ്വതന്ത്രരാകാൻ. അപ്പം മെയ്ജി പുനഃസ്ഥാപനം എന്നാണ് കേട്ടോ. മെയ്ജി. ഡെയ്മിയോകളുടെ എന്താണെന്ന് നോക്കാം. ജപ്പാനിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഡെയ്മിയോകൾ. 12-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് 12 മുതൽ 19 വരെ ജപ്പാനിലെ പ്രവിശ്യകളെ നിയന്ത്രിച്ചിരുന്നത് ഇവരായിരുന്നു. അപ്പോൾ ആദ്യം ചക്രവർത്തിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചക്രവർത്തിമാരുടെ ഭരണം നാമമാത്രമാക്കിക്കൊണ്ട് ആരവിടെ കയറി? ഷോഗൺമാർ. ഓക്കെ അല്ലേ? ശരി. ഷോഗൺമാർ കയറി അവരെ പ്രവിശ്യകളാക്കി വിഭജിച്ചു. ഈ പ്രവിശ്യകളുടെ ഭരണം ആർക്ക് നൽകി? ഡെയ്മിയോയ്ക്ക് നൽകി. അത് 19-ാം നൂറ്റാണ്ട് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്കിടെയൊക്കെ കീഴിലുണ്ടായിരുന്ന യോദ്ധാക്കളായിരുന്നു സമുറായികൾ. 19-ാം നൂറ്റാണ്ടോടുകൂടി ഈ മെയ്ജി പുനഃസ്ഥാപനം വഴി ഇവരുടെ ഭരണം അവസാനിച്ചു. ഇനി എന്താണെന്ന് നോക്കാം. മെയ്ജി പുനഃസ്ഥാപനം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. പല രാജ്യങ്ങളും ജപ്പാനുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് ശ്രമിച്ചു. അമേരിക്കക്കാരനായ കമ്മോഡോർ മാത്യു പെറി മാത്യു പെറി 1853 ജപ്പാനിലെത്തുകയും അവരുമായി വ്യാപാര അനുമതി സാധ്യമാക്കുകയും ചെയ്തു. മാത്യു പെറിയുടെ ആഗമനം ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ചു. അപ്പോൾ അമേരിക്കക്കാരനായിരുന്നു ഈ കമ്മോഡോർ മാത്യു പെറി. 1853 ജപ്പാനിലെത്തി വ്യാപാര അനുമതി സാധ്യമാക്കി. പിന്നീട് വന്നത് രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ചു. എന്താണെന്ന് നോക്കാം. 1868 നടന്ന ഒരു നീക്കത്തിലൂടെ ഷോഗന്മാർ അധികാരത്തിൽ നിന്ന് ബലമായി പുറത്താക്കപ്പെട്ടു. 1868 ഈ ഷോഗന്മാർ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കപ്പെടുന്നത്. വീണ്ടും ചക്രവർത്തി സുപ്രധാന അധികാര കേന്ദ്രമായി തിരിച്ചു വരികയും ചെയ്തു. എദോ നഗരത്തെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഏതായിരുന്നു തലസ്ഥാനം? എദോ എന്ന നഗരമായിരുന്നു തലസ്ഥാനം. എദോ. പിന്നീട് അതിനെ ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്തു. ഈ എദോയാണ് ടോക്കിയോ എന്ന പുനർനാമകരണം. ടോക്കിയോ എന്ന് വിളിക്കുന്നത് എദോ. ഇതിനെയാണ് മെയ്ജി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. പിന്നീട് ചക്രവർത്തിമാർ ഏറ്റെടുക്കുന്ന ആ ഒരു സംഭവത്തെയാണ് മെയ്ജി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ കാലഘട്ടത്തിൽ ഷോഗന്മാർ ഭരിച്ചിരുന്ന ഒരു സമയത്ത് ആര് വരുന്നു? കമ്മോഡോർ മാത്യു പെറി എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ അവിടെ വ്യാപാരം ചെയ്യാൻ വരുന്നു. അതോടുകൂടിയാണ് 1868 ഒരു ബലമായി ഒരു നീക്കത്തിലൂടെ ഈ ഷോഗന്മാരെ പുറത്താക്കി ചക്രവർത്തി വീണ്ടും അധികാരത്തിലെത്തുന്നു. എദോ എന്ന നഗരം തലസ്ഥാനമാക്കുന്നു. അത് പിന്നീട് ടോക്കിയോ എന്നറിയപ്പെടുന്നു. ഈ ചക്രവർത്തിമാരുടെ ഈ ഒരു നീക്കത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? മെയ്ജി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്.
ഓക്കെ. ഭരണത്തിലുണ്ടായ മാറ്റം. ഫുക്കോക്കു ക്യോഹി, സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ നയത്തിന് മെയ്ജി ഗവൺമെൻറ് തുടക്കം കുറിച്ചു. ഫുക്കോക്കു ക്യോഹി, സമ്പന്നമായ രാജ്യം അല്ലെങ്കിൽ ശക്തമായ സൈന്യം എന്നായിരുന്നു അതിൻ്റെ ഒരാശയം. അതിന് ഊന്നൽ നൽകിക്കൊണ്ട് പുതിയ ഒരു ഗവൺമെൻറ് വരുന്നു, മെയ്ജി ഗവൺമെൻറ്. രാജ്യത്തെ ശക്തിപ്പെടുത്താൻ മെയ്ജി ഗവൺമെൻറ് പുതിയ ഭരണ സമ്പ്രദായം നടപ്പിലാക്കി. സൈന്യത്തെയും ഉദ്യോഗസ്ഥരെയും ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാക്കി. 20 വയസ്സ് തികഞ്ഞ എല്ലാ യുവാക്കൾക്കും നിശ്ചിത കാലയളവ് സൈനിക സേവനം നിർബന്ധമാക്കുകയും ചെയ്തു. 20 വയസ്സാണ് കേട്ടോ. 20 വയസ്സ് കഴിഞ്ഞ എല്ലാ യുവാക്കളും എന്ത് ചെയ്തിരിക്കണം? സൈനിക സേവനം, ഒരു നിശ്ചിത കാലയളവ് സൈനിക സേവനം നിർബന്ധമായും ചെയ്തിരിക്കണമെന്നും പറയുന്നു. 20 വയസ്സ് കഴിഞ്ഞവർ എല്ലാവരും. അപ്പോൾ എന്താണ്? ഫുക്കോക്കു ക്യോഹി എന്നാണ് ആശയം. അതാണ് ഭരണത്തിലുണ്ടായ മാറ്റം. മെയ്ജി ഗവൺമെൻറ്റാണ് ഭരിച്ചത്. പിന്നീട് ഈ സൈന്യവും ഉദ്യോഗസ്ഥരും ഒക്കെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാവുകയും ചെയ്തു. 20 വയസ്സ് തികഞ്ഞ എല്ലാ യൂത്തന്മാരും എന്ത് ചെയ്യണം? ഒരു നിശ്ചിത കാലയളവ് സൈനിക സേവനം നിർബന്ധമായും ചെയ്യുകയും വേണം. ഇനി വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണെന്ന് നോക്കാം. 1870 നമ്മൾ പറഞ്ഞു 1868 മെയ്ജി പുനഃസ്ഥാപനം നടക്കുന്നത് കേട്ടോ. 1868 ജപ്പാനിൽ മെയ്ജി പുനഃസ്ഥാപനം. 1868 868. അത് കഴിഞ്ഞ് 70 ജപ്പാൻ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. എന്തായിരുന്നു മാറ്റങ്ങൾ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. പാശ്ചാത്യ മാതൃകകൾ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. രാജ്യത്തോടുള്ള കൂറിനും ജാപ്പനീസ് ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഊന്നൽ നൽകി. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനും രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനും പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകി. അപ്പോൾ എന്തെല്ലാമായിരുന്നു വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയാണ് ചെയ്തത്. പിന്നീടോ പാശ്ചാത്യ മാതൃകകൾ, അതായത് പുറമേ നിന്നുള്ള വിദേശ രാജ്യ മാതൃകകളൊക്കെ എന്താക്കി? പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. രാജ്യത്തോടുള്ള കൂറ്, ജാപ്പനീസിൻ്റെ ചരിത്രം, ഇത് ഊന്നൽ നൽകി പഠിപ്പിച്ചു. രാജ്യത്തോടുള്ള കൂറിനു വേണ്ടി ജാപ്പനീസിൻ്റെ ചരിത്രം ഊന്നൽ നൽകി. മാതാപിതാക്കളെ ബഹുമാനിക്കുക, രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുക, ഇവയ്ക്ക് പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകി. ഇവയായിരുന്നു ജപ്പാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ. സാമ്പത്തിക പുരോഗതി എങ്ങനെയാണെന്ന് നോക്കാം. മെയ്ജി പരിഷ്കാരങ്ങളിലെ മറ്റൊരു പ്രധാന ഘടകമായിരുന്നു സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണം. അപ്പം മെയ്ജി എന്നാ നടന്നത്? 1868. 70 വിദ്യാഭ്യാസ മാറ്റം കൊണ്ടുവരുന്നത്. ഇനി 70-72 ടോക്കിയോയ്ക്കും യോക്കോഹാമ തുറമുഖത്തിനുമിടയിൽ ജപ്പാനിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചു. അപ്പോൾ അവരുടെ വികസനമൊക്കെ പെട്ടെന്നാണ് നടക്കുന്നത്. 1870-72 കാലഘട്ടത്തിൽ ടോക്കിയോ യോക്കോഹാമ തുറമുഖത്തിനുമിടയിൽ ഒരു റെയിൽവേ പാത നിർമ്മിക്കുന്നു. തുണി നെയ്ത്തു യന്ത്രങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിന് വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ചു. ജപ്പാനിലെ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയച്ചു പഠിപ്പിച്ചു. ജപ്പാനിലുള്ള വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കുകയും കൂടെ ചെയ്തു. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി നിരവധി വ്യവസായങ്ങൾ ജപ്പാനിൽ ആരംഭിച്ചു. 5 പേരിൽ താഴെ മാത്രം പണിയെടുത്തിരുന്ന ചെറു തൊഴിൽശാലകൾ മുതൽ 100 കണക്കിന് തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന വൻ വ്യവസായശാലകൾ വരെ ജപ്പാനിൽ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ഒരു ആധുനിക ദേശരാഷ്ട്രം രൂപീകരിക്കുന്നതിൽ ജപ്പാൻ വിജയിച്ചു. ജപ്പാന്റെ സാമ്രാജ്യ രൂപീകരണ ശ്രമങ്ങൾ. മെയ്ജി പുനഃസ്ഥാപനത്തോടെ രാഷ്ട്രകേന്ദ്രീകൃതമായ ദേശീയത ജപ്പാനിൽ ഉയർന്നു വന്നു. തങ്ങളുടെ സാമ്രാജ്യം ചൈനയിലേക്കും മറ്റ് ഏഷ്യൻ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി ജപ്പാൻ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. അയൽ രാജ്യങ്ങളായ തായ്വാനെയും കൊറിയയെയും പിടിച്ചടക്കിക്കൊണ്ട് ഒരു കൊളോണിയൽ സാമ്രാജ്യം സ്ഥാപിച്ചു. തങ്ങളുടെ സംസ്കാരത്തിൻ്റെയും ആദർശങ്ങളുടെയും ഉറവിടമായ ചൈനയെയും യൂറോപ്യൻ ശക്തിയായ റഷ്യയെയും ചെറു രാജ്യമായ ജപ്പാൻ പരാജയപ്പെടുത്തി. സാമ്രാജ്യ രൂപീകരണത്തിനായുള്ള അവരുടെ തുടർന്നുള്ള ശ്രമങ്ങൾ കൂടുതൽ യുദ്ധങ്ങളിലേക്ക് നയിച്ചു. അപ്പോൾ ചൈനയെയും റഷ്യയെയും വരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചവരാണ് ജപ്പാൻ, ചെറിയ രാജ്യമായ ജപ്പാൻ.
ലോകയുദ്ധങ്ങൾ. 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യ ചരിത്രത്തിൽ വലിയ ഭീകരതയും മാറ്റങ്ങളും ഉണ്ടാക്കിയ 2 യുദ്ധങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം നടന്നത് 1914 മുതൽ 18 വരെ, 4 വർഷം. രണ്ടാം ലോക മഹായുദ്ധം 39 to 45 വരെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അണുബോംബ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അണുബോംബ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ, അപ്പോൾ ആദ്യമായിട്ട് ഒരു പ്രശ്നം തുടങ്ങി വെക്കുന്നത് ജപ്പാൻകാരാണ്. എന്താ ചെയ്തത്? അമേരിക്കയുടെ പേൾ ഹാർബർ അങ്ങോട്ട് ആക്രമിച്ചു. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അതേ തുടർന്ന് അണുബോംബ് വർഷിച്ചു. അണുബോംബിൻ്റെ പ്രയോഗം ജപ്പാനിൽ അതിഭീകരമായ നാശനഷ്ടങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും സൃഷ്ടിച്ചു. യുദ്ധാനന്തരം അമേരിക്കൻ അധിനിവേശത്തോടെ ജപ്പാന്റെ സൈന്യത്തെ പിരിച്ചുവിടുകയും ഒരു പുതിയ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ പുതിയൊരു ഭരണഘടന ജപ്പാനിൽ നിലവിൽ വന്നു യുദ്ധത്തിന് ശേഷം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നു വീണ ജപ്പാൻ അതിവേഗത്തിൽ പുരോഗതിയുടെ പാതയിലേക്ക് തിരിച്ചു വന്നു. ഈ പുനർനിർമ്മാണം യുദ്ധാനന്തര വിസ്മയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. യുദ്ധാനന്തര വിസ്മയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ജപ്പാനുമായി ബന്ധപ്പെട്ടതാണ് യുദ്ധാനന്തര വിസ്മയം. തലസ്ഥാനമായ ടോക്കിയോയിൽ 1964 ഒളിമ്പിക്സ് സംഘടിപ്പിച്ച് ജപ്പാന്റെ മടങ്ങി വരവിൻ്റെ പ്രഖ്യാപനമായിരുന്നു. അപ്പോൾ എത്ര പെട്ടെന്നാന്ന് നോക്കി, 1945 അണുബോംബ് വർഷിക്കുന്നത്. ആ ഒരു വർഷം കഴിഞ്ഞ് കുറച്ചായിരുന്നുള്ളൂ. 1964 ആയപ്പോഴേക്കും അവിടെ വികസനം വന്നു, ഒളിമ്പിക്സ് സംഘടിപ്പിച്ചു. ടോക്കിയോയിൽ ഒളിമ്പിക്സ് നടത്താനുള്ളത് ഒരു പ്രഖ്യാപനം അത് വരുന്നതോടുകൂടിയാണ് ജപ്പാൻ ഒരു മടങ്ങി വരവ് എല്ലാവരും മനസ്സിലാക്കുന്നത്. വ്യവസായ മേഖലയും വാണിജ്യ മേഖലയും അതിവേഗം വളർന്നു. ഇതേ കാലയളവിൽ തുടക്കം കുറിച്ച മണിക്കൂറിൽ 200 മൈൽ വേഗതയിൽ വരെ ഓടുന്ന ബുള്ളറ്റ് ട്രെയിൻ ജപ്പാന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന് തെളിവായിരുന്നു. 1970കളോടെ ജപ്പാൻ ലോകത്തെ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി ഉയർന്നു വന്നു. രാഷ്ട്രീയവും സാങ്കേതികവുമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി എങ്ങനെ ലോക സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറാമെന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ജപ്പാൻ. അതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്റർ അല്ല, നമ്മൾ സോഷ്യൽ സയൻസ് 6ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും റിവിഷൻ ചെയ്യണം. വായിച്ചു പോയാൽ പോരാ. എല്ലാത്തിനും ഒരു അടിസ്ഥാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് റിവിഷനാണ്. റിവിഷൻ ചെയ്യുക, മനസ്സിൽ കൂടുതൽ ഉറപ്പിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.